പിന്നാവാലോ. ഇതിന് വേറൊരു വിഷയം എടുക്കണ്ടേ. പെണ്ണിന്റെ ആംഗളി വരുന്ന 5-ാം തീയതി പോവാണേ. പോയിക്കോട്ടെ. ആകളുടെ ഒരു പെങ്ങളല്ലേ, ഓനിക്കുണ്ടാവില്ല ആസൊക്കെ. ശരിയാണ്. ശരി, ഓന് പോയാലും ഇപ്പൊ വരൂല്ല, താൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്താ ചെയ്യാ? നമുക്ക് സുക്കൂറിനോട് ചോദിച്ചു നോക്കാം. ഇങ്ങക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? നിന്റെ എതിർപ്പല്ലല്ലോ കാര്യം. വിളിക്കുന്ന ഓനോട് നമ്മൾ പറഞ്ഞോളാം. ചോദിച്ചു നോക്കാം. സുക്കൂറ, സുക്കൂറ, അല്ല ഒന്നുമില്ല. നമ്മളെ സുലൈമ ഇപ്പൊ പെണ്ണിന്റെ വീട്ടിൽ പോയിന്നത്ര എന്നല്ലേ. അപ്പോ അവര് പറയണത് എന്താന്ന് വെച്ചാല് നിക്കാഹ് നാളെ തന്നെ നടത്തണത്ര. എന്താ എന്റെ അഭിപ്രായം? ആയിക്കോട്ടെ. ഓൻ കെട്ടാമുട്ടി അടക്കാം. ആ കാര്യം നിങ്ങൾ എത്ര ആൾക്കാരുണ്ടാവും അങ്ങനെ നിക്കായിന്? ഞാന് അളിയ എങ്ങോട്ടില്ല ഇവിടെ ഇന്റെ മുറ്റത്ത് വെച്ചിട്ട് ഇന്ന വില വെക്കാത്തവർ എനിക്ക് ഇന്റെ മുറ്റത്ത് കൊണ്ടുവരണം. അങ്ങോട്ടാണത്തെ എന്തൊക്കെ പറഞ്ഞു. എന്താ ചെയ്യോ? ഓൻ വാശി പിടിക്കുമ്പോ ഓന്റെ കായ് ഓനാണ് കെട്ടണത്. നമ്മളിപ്പോ എന്താ ചെയ്യാ? പോറ്റിന് നിങ്ങളാവും. ഇപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ എന്താ ചെയ്യാ? സാധാരണ നിക്കാവൊക്കെ പെണ്ണിന്റെ വീട്ടിലാണ്. ഓൻ വാശി പിടിക്കുന്ന കണ്ടില്ലേ ജി? സുക്കൂറാണ് ആള്. എതിർത്തൊന്നും പറയാൻ വയ്യ. 2 കൊല്ലം പുറത്തു നിന്നിട്ടുള്ളൂ. നമ്മള് പറഞ്ഞു നോക്കാം. നമ്മള് പോയിട്ടേ വിളിച്ച് പറഞ്ഞിട്ട് വരാം. പെണ്ണിന്റെ വീട്ടിൽ കാര്യം പോയിട്ട് പറയേ. അല്ല ഔറാനിക്ക, വേറൊന്നോട് പറയാനില്ലല്ലോ? വേറെപ്പ എന്താ? വേറൊന്നുമില്ല. ഇത് പോയി പറയേ. അല്ല സ്ത്രീധനാ? എന്ത് ഭർത്താരണ്ടി പറഞ്ഞ സ്ത്രീധനാ? അപ്പൊ പരിപാടിയില്ല. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അവരവരെ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ. അത് ഒരു 100-ൽ കുറയണ്ട. മുന്തിയ ആള്. മൈമുനെയും കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് കാത്തിരിക്കാം. ഇത് പെണ്ണിന്റെ ഒരേ ഒരു കോപ്പം. അതായത് പെണ്ണിന്റെ അമ്മാവൻ. ഈ പരിചയപ്പെടുത്തൊന്നും വേണ്ടോ? നമ്മക്ക് എല്ലാരെയും അറിയാം. അല്ല പിന്നെ നമുക്ക് നേരം വഹിക്കണ്ട. നിക്കാണ്ട് അല്ലയോ? അങ്ങനെയല്ലേ കാര്യങ്ങള്. അടിയോ ഒന്ന് നിർത്തി. ആരാ ബനച്ചക്ക? എന്താ അവിടെ പണിന്ന് പറഞ്ഞേ? ഗൾഫിലൊക്കെ തന്നെ. ആവോട് അവനക്ക് എന്താ പണിന്ന് എന്റെ ചോദ്യം. എന്താണ്ട് ഇങ്ങനെ കൊണ്ടല്ലേന്ന് ഓൻ പറയട്ടെ. ഓനെ നാം തങ്ങളുള്ള ഓൻ മുണ്ടൂല. എങ്ങനെ മുണ്ടാനാണ്? ഓനെ അവിടെ ജയിലിലായിരുന്നു. ജയിലില്. റബ്ബേ, എന്താണ് സുക്കൂറ ഞാൻ കേട്ടത്? ജയിലില്ല. എന്താണ് ഇജ്ജ് മുണ്ടാണ്ട് നിൽക്കണമെന്ന് പറയത്തുള്ള പറഞ്ഞിട്ട്? അല്ലാ, ഇക്കണ്ട കായൊക്കെ മുടക്കിട്ട് അന്നെ ഞാൻ പറഞ്ഞയച്ച ഇതിനെന്തോ സുക്കൂറ? ഇജി പറഞ്ഞു പറ്റിച്ച ഇന്നല്ലട്ടാ. അന്ന മാത്രം മനസ്സിട്ടുണ്ട് നടന്നൊരു പെണ്ണില്ലേ, ഓരോ നായിജി മറക്കണ്ട. ഇല്ല, എന്റെ മൈമൂനാനെ ഞാൻ ചതിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജയിലിലായിരുന്ന കാര്യമൊക്കെ ഓൾക്കറിയായിരുന്നു. ബാപ്പാ, ഇനി നിങ്ങളൊക്കെ ചതിച്ച കള്ള ഹിമാർ ഉമ്മറാണ്. എനിക്ക് തന്ന വിസ കള്ള വിസ ആയിരുന്നു. ബാപ്പാ നേരത്തോ നിങ്ങളെ ബാപ്പാന്റെ മോന്റെ ഒരു നാടൻ കളി. അളിയോ ജബ്ബാറ ഇഞ്ഞിവിടെ കുത്തിയിരിക്കണേ. വരാൻ നോക്കി. നാട്ടെന്താ വേറെ ചെക്കന്മാരെ കിട്ടാ ഞമ്മക്ക്? നിങ്ങൾക്ക് എത്ര ദുബായിക്കാരെ വേണം? ഇത് വരാൻ നോക്കി. അതെ, പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണവനാണ് ഈ ശുക്കൂർ. അതിലേക്കൊക്കെ തിരിച്ചു പോയി എനിക്കിതാ ഈ ഒറ്റ നിമിഷം മതി. അതിനെ കൊണ്ട് ചെയ്യിക്കല്ലേ ചെയ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്നോട്. ഞാൻ ഇടങ്ങേറുണ്ടാക്കാനാണ് എന്റെ ഉദ്ദേശം. കളി മാറിയ പറഞ്ഞേക്കാം. ഇതെന്താ ബർപ്പിക്കണ്ട എന്നാ പോണ ചെക്ക അവിടുന്ന് പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എനിക്ക്. ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിൽ എന്റെ മൈമോനാനെ ഞാൻ പോറ്റു. കേട്ടില്ലടാ, അതൊരു ആണിന്റെ വാക്കാ. ചങ്കുറപ്പുള്ള ആണിന്റെ വാക്ക്.
നിങ്ങളെ ഭാഷയും വരാതൊക്കെ നിക്കാണ്ട് കടത്തി നോക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചാൽ നിർത്തുക. സ്നേഹിക്കുന്ന മനസ്സിൽ നമ്മൾ ഒരുമിച്ച് കൊടുത്താ അതാണ് ഏറ്റവും വലിയ പുണ്യം. സുക്കൂറ ഈ പറയും കള്ള സൈത്താൻ എന്താണ് പറയും. അന്നപ്പ ഞാൻ ഒന്നും ചെയ്യാതെ വിടുന്നതേ എനിക്ക് ജീവിക്കാൻ വേണ്ടിട്ടാ, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം. സൈത്താറെ വിസ കച്ചവടം എന്ന് പറഞ്ഞിട്ട് അന്നഞ്ഞ് പൊന്നാനില് കണ്ട കയ്യും കാലം അടിച്ച് മുട്ടണ്ടു ഞാൻ വേണ്ട. നമ്മൾ സകല കച്ചവടം നിർത്തി. അല്ല അളിയാ, സുക്കൂർ ചെയ്യില്ലെന്നുള്ള വിവരം നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? എന്ന് പറയുമ്പോ ഞമ്മളും കുറച്ചേരം അവിടെ തന്നെ ആയിരുന്നു.